വരുന്ന തിങ്കളാഴ്ച മലബാർ ചേംബർ ഓഫ് കൊമേഴ്സുമായിട്ട് ചേർന്ന് നടത്തുന്ന ഒരു പരിപാടിയുടെ വിശദാംശങ്ങൾ പറയാനും വേണ്ടിയിട്ടാണ്. എൻ്റെ കൂടെ ഐലാബിനെ പ്രതിനിധീകരിച്ച് 4 പേര് കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. സദ, ഞങ്ങൾ ക്ലാപ്പ് എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് ഉണ്ട്, കോസ്റ്റൽ ലൈവ്ലിഹുഡ് ആക്സിലറേഷൻ പ്രോഗ്രാം, അതിലെ പാർട്ടിസിപ്പൻ്റ് ആണ്. സബീന ഐലാബിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. ഞാൻ ഐലാബിൻ്റെ ഡയറക്ടറാണ്. അശ്വതി ക്ലാപ്പ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിൻ്റെ കോർഡിനേറ്ററാണ്. ജയ്പിനിസ ക്ലാപ്പ് എന്ന് പറഞ്ഞ പ്രോഗ്രാമിൻ്റെ പാർട്ടിസിപ്പൻ്റ് ആണ്. കഴിഞ്ഞ 8 വർഷമായിട്ട് കോഴിക്കോട് തീരദേശ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് ഐലാബ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ കേരളം വികസനത്തിന്റെ മാതൃകയായിട്ട് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മോഡലാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും കേരളത്തിന്റെ ഡെവലപ്മെന്റ് ഇൻഡിക്കേറ്റേഴ്സ് വളരെ കൂടുതലാണ്. പക്ഷേ കേരളത്തിന്റെ ഉള്ളിൽ തന്നെ ആ ഇൻഡിക്കേറ്റേഴ്സിലേക്ക് എത്തിച്ചേരാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് സഞ്ചരിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് ചെറിയ ചെറിയ ഗ്രൂപ്പുകളുണ്ട്. അതിൽപ്പെട്ട ഒരു ഗ്രൂപ്പാണ് തീരദേശം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഫിഷർമാൻ, മത്സ്യത്തൊഴിലാളി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അപ്പം കഴിഞ്ഞ 8 വർഷമായിട്ട് ഐലാബ് കോഴിക്കോട് കപ്പക്കൽ എന്ന് പറഞ്ഞ വാർഡിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മൈക്രോ ഇന്റർവെൻഷൻ ആണ് ഞങ്ങൾ അവിടെ ചെയ്യുന്നത്. അവിടെ കുട്ടികളുടെ, ഞങ്ങൾ അവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് 2016 ഐലാബ് അവിടെ ആക്ടിവിറ്റി തുടങ്ങുന്ന സമയത്ത് പയ്യാനക്കൽ സ്കൂളിൽ ഏകദേശം 35ഓളം കുട്ടികൾ 10th ഗ്രേഡ് ഫെയിൽ ആയവരുണ്ടായിരുന്നു. ആ 10th ഗ്രേഡ് ഫെയിൽ ആയ കുട്ടികളെ ഡ്രോപ്പ് ചെയ്ത് പോവാതെ അവരെങ്ങനെയെങ്കിലും സേവ് എക്സാം എഴുതി +1 അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മിഷൻ ആയിട്ടാണ് ഐലാബ് ആദ്യം പ്രവർത്തിച്ചു തുടങ്ങിയത്. അതിനുശേഷം ഇന്ന് വരെ പല പദ്ധതികളും നടപ്പിലാക്കാൻ വേണ്ടി പറ്റി. ഈ വർഷം ഞങ്ങൾ തുടങ്ങിയിട്ടുള്ള പുതിയ പ്രോജക്റ്റാണ് ക്ലാപ്പ്, അതായത് കോസ്റ്റൽ ലൈവ്ലിഹുഡ് ആക്സിലറേഷൻ പ്രോഗ്രാം. ക്ലാപ്പിന്റെ ഭാഗമായിട്ട് 75 സ്ത്രീകളാണുള്ളത്. ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു മാറ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. കപ്പക്കൽ വാർഡിലാണ് ഞങ്ങൾ ഇന്റർവെൻഷൻ നടക്കുന്നത്. ഇവിടെ നിന്നുള്ള ഏറ്റവും ആസ്പിരന്റ് ആയിട്ടുള്ള, എനർജറ്റിക് ആയിട്ടുള്ള 75 പേരാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. അപ്പൊ ഞങ്ങളൊരു തൊഴിലിലേക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭത്തിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ അഹോരാത്രം പരിശ്രമിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായിട്ട് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സുമായിട്ട് ചേർന്ന് ക്ലാപ്പിലെ 75 സ്ത്രീകൾക്ക് പല വ്യവസായ പ്രമുഖരും ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും അതേപോലെ മറ്റുള്ള എക്സ്പേർട്ടുകളൊക്കെ ആയിട്ട് മീറ്റ് ചെയ്യാനും സൗഹൃദം സ്ഥാപിക്കാനും അതുവഴി ആത്മവിശ്വാസം വളർത്താനും നെറ്റ്വർക്ക് വർദ്ധിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് വുമൺ ഇൻ കപ്പക്കൽ എന്ന് പറഞ്ഞ പേരിൽ ഒരു ഇവന്റ് നടത്തുന്നുണ്ട്. അന്ന് പ്രധാനമായിട്ടും